ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 14 1 മുതൽ 3 വരെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വിശ്വാസത്താൽ ദുഃഖങ്ങളെ അതിജീവിക്കാൻ കർത്താവ് തൻ്റെ ശിഷ്യരെ പ്രബോധിപ്പിക്കുന്നു. ശിഷ്യരോട് കൂടെയുള്ള ഒരു സ്വകാര്യ കൂട്ടായ്മ നിമിഷങ്ങളിൽ തമ്പുരാൻ അവരെ സ്വാന്തനപ്പെടുത്തുകയും വിശ്വാസത്തിൻ്റെ സ്വാംശീകരണത്തിലൂടെ അവർക്ക് ലഭ്യമാകുന്ന ചില ഉറപ്പുകളെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. സാധാരണ മനുഷ്യ നയനങ്ങൾക്ക് കാണാൻ കഴിയാത്ത തരത്തിലുള്ള ചില അനുഗ്രഹങ്ങൾ തൻ്റെ അസാന്നിധ്യത്തിലൂടെ ശിഷ്യന്മാർ അനുഭവിക്കാൻ പോവുകയാണ്. ഈ വേദഭാഗത്ത് കർത്താവ് പറഞ്ഞ വചനങ്ങൾ വളരെ യാഥാർത്ഥ്യബോധമുള്ളതായി വിശ്വാസമുള്ള തലമുറകളെ ആശ്വസിപ്പിക്കുന്ന ദൈവവചനമായി തീർന്നിട്ടുണ്ട്. ഒന്നാമത്, ആർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള ആകുലതയും ആകാംക്ഷയുമാണ് ശിഷ്യന്മാർക്ക് ഉണ്ടായിരുന്നത്. ഗുരുവായ താൻ അവരെ വിട്ടു പോവുകയാണെന്ന് യേശു അവരെ അറിയിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവരുടെ ജീവിതം മുഴുവനും യേശുവിന് ചുറ്റുമാണ് രൂപപ്പെട്ടിരുന്നതും ഭ്രമണം ചെയ്തിരുന്നതും. അതുകൊണ്ട് താൻ കൂടെ ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ അനാഥാവസ്ഥയായാണ് സാധാരണ കണ്ണുകൾക്ക് തോന്നുക. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥയാണ് ഇപ്പോൾ ശിഷ്യർക്കുണ്ടാവുന്നത്. തന്നെ അനുഗമിക്കാൻ കർത്താവ് അവരോട് ആവശ്യപ്പെട്ടിരുന്നു. അവരത് ചെയ്യുകയും ചെയ്തു. വെളിപ്പെട്ടും രൂപപ്പെട്ടും വരുന്ന മഹത്വത്തിൽ യേശുവിനോട് കൂടെ പങ്കാളിത്തം ലഭിക്കുമെന്നായിരുന്നു അവരുടെ ചിന്ത. യേശു കൂടെ ഇല്ലാത്ത ഒരു കാലം അവരെ ഭ്രമിപ്പിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോകുന്ന അവസ്ഥ. അവരുടെ മാനസിക നില യേശു അറിഞ്ഞ് അവരെ അർത്ഥപൂർണമായി സ്വാന്തനപ്പെടുത്തി. ആകുലതകളുടെയും ആകാംക്ഷകളുടെയും മധ്യത്തിൽ യേശുവിന് മാത്രമാണ് അർത്ഥപൂർണമായ സ്വാന്തനം ജനകോടികൾക്ക് പകരാൻ കഴിയുന്നത്. രണ്ടാമത്, കലുഷിതവും പ്രക്ഷുബ്ധവും ആകാവുന്ന ഹൃദയങ്ങൾക്കുള്ള പ്രതിവിധിയും മറുമരുന്നും വിശ്വാസ ആശ്രയമാണ്. കലങ്ങുന്ന ഹൃദയങ്ങളോട് യേശു പറഞ്ഞത് തന്നിലും തൻ്റെ പിതാവിലും വിശ്വസിക്കുക എന്നതാണ്. ദൈവമഹത്വത്തെക്കുറിച്ചുള്ള ഉറപ്പും ആശ്രയിപ്പാൻ യോഗ്യനെന്ന വിശ്വാസവുമാണ് ഫലകരമായത്. ദൈവത്തിൽ വിശ്വസിക്കുക എന്നാൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുക എന്നാണ് അർത്ഥം. യേശുക്രിസ്തുവിൽ കൂടെ വെളിപ്പെട്ട ദൈവം അപ്രകാരം ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുന്നതിനുള്ള അടിത്തറ ശിഷ്യർക്ക് നൽകിയിട്ടുണ്ട്. മൂന്നാമത്, താൻ അവരെ വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതിനാൽ ശിഷ്യരുടെ ഭാവിയുടെ ഭാഗധേയം സുരക്ഷിതമായിരിക്കുന്നു. അങ്ങനെയാക്കണം. യേശുവിൻ്റെ ക്രൂശ് മരണവും പുനരുത്ഥാനവും വാസ്തവത്തിൽ യേശു ജീവനിലേക്കും മഹത്വത്തിലേക്കും പ്രവേശിക്കുന്ന വാതിലാണ്. തൻ്റെ പിതാവിൻ്റെ അടുത്തേക്കാണ് യേശു മടങ്ങുന്നത്. മരണ പുനരുത്ഥാനങ്ങളുടെ വഴിത്താരയിലൂടെ യേശു ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അതുകൊണ്ട് യേശു പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്ന അനുഭവം അത്യന്ത ശക്തിയുടെ പ്രഭാവം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നൽകപ്പെടുന്ന അനുഭവം തന്നെയാണ് ഉണ്ടാക്കുന്നത്. തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും നശിച്ചു പോകാത്ത സമൃദ്ധ ജീവൻ അതിലൂടെ അനുഭവമാകും.
ഓരോരുത്തർക്കും സ്വർഗത്തിൽ വാസസ്ഥലങ്ങൾ ഒരുക്കുവാനാണ് കർത്താവ് പോകുന്നത്. അതായത് ശവക്കുഴിക്കപ്പുറത്തും നിലനിൽക്കുന്ന ജീവൻ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് യേശുവിൻ്റെ വിശ്വാസ്യതയിലും തൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള യേശുവിൻ്റെ കരുതലിലുമാണ്. ചരിത്രകാലത്ത് യേശു സ്ഥാപിക്കുന്ന രാജ്യമഹിമയെക്കുറിച്ചുള്ള ചിന്തകൾ നശിച്ചു പോകുന്ന മഹിമയെക്കുറിച്ചായിരുന്നുവെങ്കിൽ യേശു പിതാവിൻ്റെ അടുക്കൽ പോയി തൻ്റെ മക്കൾക്കൊരുക്കുന്നത് ഒരിക്കലും നശിച്ചു പോകാത്ത നിത്യജീവന്റെ മഹിമകൾ ആണ്. ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നതിനാലും വിശ്വാസമാർഗം പിൻപറ്റുന്നതിനാലും താൽക്കാലികവും പരിമിതവുമായ ചിന്തകൾക്ക് അപ്പുറത്തേക്കുള്ള ദൈവിക വഴികളാണ് തുറന്ന് ലഭിക്കുന്നത്. നമ്മുടെ മനസ്സ് കലുഷിതമാകുന്നത് വിശ്വാസത്തിൻ്റെ പരിമിതികൾ കൊണ്ടായിരിക്കാം. ദൈവത്തിൻ്റെ വിശ്വസ്തതയിലുള്ള വിശ്വാസം അത് നമ്മുടെ ആരാധനാ ജീവിതത്തിലും വ്യക്തിപരമായ ബന്ധത്തിലും തെളിമയുള്ളതാകണം. യേശുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾ, സ്വർഗാരോഹണം, പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ഇരിപ്പ്, ഇവ നമ്മുടെ നിത്യതയുടെ ഭാഗധേയം നിർണയിക്കുന്നു. കഷ്ടതയില്ലാത്ത നാട് ദൈവഭക്തരുടെ വിശ്രമമായി കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഹൃദയം കലുഷിതമാകുമ്പോൾ കർത്താവെ, അവിടുത്തെ സമാശ്വസിപ്പിക്കുന്ന വചനങ്ങൾ അവയുടെ അർത്ഥതലങ്ങളിൽ സ്വീകരിപ്പാൻ ഞങ്ങൾക്ക് കൃപയരളണമേ. സാധാരണ നയനങ്ങൾക്ക് ഗോചരമല്ലാത്തവ കാണാൻ അങ്ങ് ഞങ്ങളുടെ നയനങ്ങളിൽ വിശ്വാസത്തിൻ്റെ ലേപം പുരട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാല ജീവിതം അനുഗ്രഹകരമായി നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വിശ്വസ്തതയുടെയും പുതിയ വർഷം നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും കൃപയും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.